വളരെ നടുക്കുന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണത്തിന് ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് ആഹ്വാനം നടത്തിയിരിക്കുന്നത് ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് കരുതുന്ന ഭീകരൻ. ഘോരിയുടെ വീഡിയോ പുറത്തുവന്നതോടെ ജാഗരൂകരായിരിക്കുകയാണ് രാജ്യം. രാജ്യം കടുത്ത ജാഗ്രതയിലാണ്. രഹസ്യാന്വേഷണ ഏജൻസികളും ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നു. രാമേശ്വരം കഫേ കേസിന്റെ ബുദ്ധികേന്ദ്രം ഇയാളാണ്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും ഘോരി പുറത്തുവിട്ട വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കന്മാരെയും ലക്ഷ്യം വെക്കാനും ഇയാൾ വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നു. 3 ആഴ്ച മുൻപ് ടെലഗ്രാം ആപ്പിലൂടെയാണ് ഇയാളുടെ വീഡിയോ പുറത്തെത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അബു സുഫിയാൻ, സർദാർ സാഹേബ്, ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി 2003 ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2005 ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇയാളാണ്. ഓൺലൈനിലൂടെയാണ് ജിഹാദിസ്റ്റ് റിക്രൂട്ട്മെന്റ് അത്രയും ഇയാൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം യഥാക്രമം ദേശീയ തലസ്ഥാനത്ത് നിന്നും ഉത്തർപ്രദേശിൽ നിന്നും 3 കൊടും ഭീകരരായ പിടികിട്ട പുള്ളികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഖോരിയുടെ ഓൺലൈൻ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂനെ ISIS മൊഡ്യൂളിലെ നിരവധി ഭീകരർ രാജ്യത്തുടനീളം അറസ്റ്റിലായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഖോരിയുടെ പേര് രേഖപ്പെടുത്തിയിരുന്നു. ISI ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നുണ്ട് എന്നും ആക്രമണങ്ങൾ നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പാകിസ്ഥാനിലാണ് ഖോരി ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പാകിസ്ഥാന്റെ ISIയുടെ പിന്തുണയോടെ ഒരു സ്ലീപ്പർ സെൽ മുഖാന്തരമായിരുന്നു രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തിയത് എന്നാണ് വിവരങ്ങൾ. വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ് ഖോരി. അബു സുഫിയാൻ, സർദാർ സാഹബ്, ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി നിരവധി ഭീകര ആക്രമണങ്ങളിൽ പ്രതിയാണ്. മാർച്ച് 1 രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. കേസ് NIA ഏറ്റെടുക്കുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പാക് ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ സ്ലീപ്പർ സെൽ വഴിയാണ് ബംഗളൂരു രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തിയത് എന്നാണ് വിവരം. വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഖോരി ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല പാളം തെറ്റിക്കാൻ സ്ലീപ്പർ സെല്ലുകളോട് ആഹ്വാനം ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനത്തിന്റെ വിവിധ രീതികൾ ഇയാൾ വിശദീകരിക്കുന്നു. ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളും പദ്ധതികളെക്കുറിച്ചും ലക്ഷ്യമിടേണ്ട ഹിന്ദു നേതാക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ ഇന്റലിജൻസ് ഏജൻസിയും വഴി സ്ലീപ്പർ സെല്ലുകളുടെ സ്വത്തുക്കൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ സ്ലീപ്പർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയാണ് എന്ന് ഭീകരൻ മനസ്സിലാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു വിവരത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ നേരെ ഇത്തരത്തിലൊരു അട്ടിമറി ശ്രമം നടന്നതായും വിവരമുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് പാളം തെറ്റിക്കുന്നതിനു വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടന്നതായിട്ടാണ് വിവരം. എന്തായാലും ഖോരിയുടെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇന്ത്യൻ റെയിൽവേ സർവീസിന് തുരങ്കം വെക്കണമെന്നുള്ള ഒരു വീഡിയോ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലും ഇപ്പോൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.